ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മക്രോണി റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യാണ് നല്ലത്. അതിനകത്തോട്ട് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുള്ളൂ, ഒരുപാട് അങ്ങ് വഴറ്റണ്ട, കടിക്കുന്ന പരുവം മാറിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നടുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട 2ഓ 3ഓ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതിനെ കുറച്ച് നേരം ഇങ്ങനെ വെക്കുകയാണ്. വലിയ വലിയ പീസായിട്ട് മുട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനൊന്ന് ചിക്കി കൊടുക്കുക. ഇനി ഒന്ന് ഡ്രൈ ആയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മസാല എടുത്ത് മാറ്റാം. അതേ പാനിലേക്ക് തന്നെ ഞാൻ തലേന്നത്തെ ചിക്കൻ കറി ബാക്കിയുള്ളത് ഒഴിക്കുന്നുണ്ട്. ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഏതായാലും കുഴപ്പമില്ല. പീസൊന്നും ഇടുന്നില്ല കേട്ടോ, പീസ് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഒരു 3 തവി അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുക്കുക. മക്രോണി ഞാൻ 1.5 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതിൽ പിടിക്കാത്ത പോലെ ഉണ്ടാവും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് അടച്ച് വെച്ചിട്ട് 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കും. അപ്പോഴേക്ക് നന്നായിട്ട് ആ ചിക്കൻ ഇതിലേക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ അതേ നന്നായിട്ട് ചിക്കൻ്റെ ആ കറിയൊക്കെ ഇതിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ചുമ്മാ കഴിക്കാൻ തന്നെ. ഇപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള മക്രോണി റെഡി. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും, കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല കിഡിലെ റെസിപ്പീസ് കിട്ടാനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. എന്നും നമ്മൾ ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല കിഡിലെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.